കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിനെ പ്രഖ്യാപിച്ചത്. മലയാളി താരം സഞ്ജു ടീമിൽ ഇടം പിടിച്ചു. അതുകൊണ്ട് തന്നെ ആരാധകർ ആവേശത്തിലായിരുന്നു. ഇപ്പോഴിതാ ഇന്ന് പ്രസ് മീറ്റ് നടന്നിരിക്കുകയാണ്. രോഹിത് ശർമ്മയും അഗാക്കറുമാണ് പ്രസ് മീറ്റിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സഞ്ജുവിൻ്റെ സ്ഥാനം എവിടെയാണ്? സഞ്ജുവിനെ കളിപ്പിക്കുമോ? സഞ്ജു ഇനി ഓപ്പണറാണോ? തുടങ്ങി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ രോഹിത് ശർമ്മ അതിനെപ്പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. രോഹിത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാഹുലിന് പകരം സഞ്ജുവിനെ എടുക്കാനുള്ള കാരണം സഞ്ജു ഏത് പൊസിഷനിൽ വേണമെങ്കിലും കളിക്കും. സഞ്ജുവിനെ ഓപ്പണറാക്കാം. 1 ഡൗണിൽ കളിക്കും. 3-ാം നമ്പറിലും 4-ാം നമ്പറിലും സഞ്ജു കളിക്കും. വേണമെങ്കിൽ ഫിനിഷറായിട്ടും കളിക്കും. സഞ്ജു എല്ലായിടത്തും കഴിവ് തെളിയിച്ച താരമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ ടീമിലെടുത്തത്. രാഹുലാണെങ്കിൽ IPL ഓപ്പണിങ്ങിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഓൾറെഡി ഓപ്പണേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് രാഹുലിനെ ഞങ്ങൾ തഴഞ്ഞത്. സഞ്ജു ഒരുപക്ഷെ ഓപ്പണറായേക്കാം, അല്ലെങ്കിൽ സഞ്ജു ഫിനിഷറായേക്കാം. ഓരോ മാച്ചിലെ കാര്യങ്ങളനുസരിച്ചാണ് ടീമിനെ പ്രഖ്യാപിക്കുന്നത്. വേൾഡ് കപ്പിൽ ഋഷഭ് പന്ത് തന്നെയായിരിക്കും ഇന്ത്യയുടെ മെയിൻ കീപ്പർ. റിങ്കു സിംഗിനെ ഒഴിവാക്കിയതിൽ വിഷമമുണ്ട്. പക്ഷേ ടീമിലെല്ലാവർക്കും സ്ഥാനമില്ല. റിങ്കു സിംഗിനെ ഫിനിഷറായിട്ട് നിയമിക്കാമെന്നായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ ഞങ്ങൾ അവസാനം തീരുമാനം മാറ്റി. ശിവൻ ദൂബയ്ക്കും അവസരം കൊടുക്കണം. അദ്ദേഹം ഫോമിലാണ്. അതുകൊണ്ടാണ് റിങ്കു സിംഗിനെ പുറത്താക്കിയത്. കോഹ്ലിയും ഞാനും ഓപ്പൺ ചെയ്യുമെന്നത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഞാനും ജയ്സ്വാളും ഓപ്പൺ ചെയ്യും. ഓരോ താരങ്ങളും ഏതൊക്കെ പൊസിഷനിൽ കളിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. സഞ്ജുവിനെ എവിടെ വേണമെങ്കിലും കളിപ്പിക്കാൻ സാധിക്കും. ആ ഒരു കാരണം കൊണ്ടാണ് സെലക്ടർമാർ സഞ്ജുവിനെ എടുത്തത്. രാഹുലാണെങ്കിൽ ഓപ്പണിങ്ങിൽ മാത്രമേ നന്നായിട്ട് കളിക്കുന്നുള്ളൂ. സഞ്ജുവിന് ഒരവസരം കിട്ടിയാൽ വേൾഡ് കപ്പിൽ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. ഇനിയൊരു പക്ഷേ ഋഷഭ് പന്തിനെ കീപ്പറാക്കിയിട്ട് സഞ്ജുവിനെ സൈഡ് ബെഞ്ചിലിരുത്താനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.